പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 35. അടുത്ത ദിവസം നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ്. വേനലവധി തുടങ്ങുകയാണല്ലോ. സ്കൂളിൽ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിനായി പോവുകയാണ്, സണ്ണി പറഞ്ഞു. എന്നാൽ ഇച്ചായൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ പിന്നെ കഴിച്ചോളാം, അവൾ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഒരുമിച്ച് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ, സണ്ണി പറഞ്ഞു. അവൻ മോനെയെ കൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഗൗരി മോൾക്കും പാല് കൊടുത്തതിന് ശേഷം ഹാളിലേക്ക് പോയി. അവളെ കണ്ടതും അമ്മച്ചി മോളെ വാങ്ങി. മോള് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വാ. ആ കൊച്ച് എപ്പോൾ എഴുന്നേറ്റതാണെന്നറിയോ? ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ല. നിനക്ക് എവിടെ പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? വേഗം ചെന്ന് കഴിച്ചിട്ട് വാ, അമ്മച്ചി പറഞ്ഞതും സണ്ണിയുടെ കയ്യിൽ നിന്നും റോസ്മേരിയും മോനെ വാങ്ങി. സണ്ണിയും ഗൗരിയും കൂടി ഡൈനിങ് റൂമിലേക്ക് പോയി. അമ്മച്ചി, ഗൗരിയോട് പറഞ്ഞോ തൃശ്ശൂർക്ക് പോവുകയാണെന്ന്? ജോൺ ചോദിച്ചു. അതൊക്കെ സണ്ണി പറഞ്ഞിട്ടുണ്ടാകും, ഉറപ്പല്ലേ? അവളോട് പറയാതെ അവൻ കൊണ്ടുപോകില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മച്ചി പറഞ്ഞു. സണ്ണിയും ഗൗരിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ സണ്ണി ഗൗരിയെ നോക്കി. ഗൗരി, തൃശ്ശൂർക്ക് പോകുന്നത് കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? സങ്കടാവോ എൻ്റെ പെണ്ണിന്? സണ്ണി ചോദിച്ചു. ഇച്ചാൻ എന്തോ ആവശ്യത്തിനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നോട് പറയാതെ എന്തോ ഇച്ചാൻ്റെ മനസ്സിലുണ്ട്. ഒരു പക്ഷേ അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തെക്കുറിച്ച് അറിയാനായിരിക്കും എന്നെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു പരാതിയില്ല. ഇച്ചാൻ എവിടെയുണ്ടോ അവിടെ ഈ ഗൗരി വന്നിരിക്കും. എൻ്റെ കൂടെ ഇച്ചാനുണ്ടായാൽ മാത്രം മതി, അവൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ 2 മക്കളോ? സണ്ണി ചോദിച്ചു. നമ്മൾ എവിടെയുണ്ടോ അവിടെ നമ്മുടെ 2 മക്കളുണ്ടാവും, അവൾ പറഞ്ഞു. അത് ശരിയാ. പക്ഷേ ചില സമയങ്ങളിൽ മക്കളെനിക്ക് പാരയാകുന്നുണ്ട് കേട്ടോ, സണ്ണി കുറുമ്പോടെ പറഞ്ഞതും അവൾ പതിയെ അവൻ്റെ കയ്യിലൊന്ന് തല്ലി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, അവൻ പറഞ്ഞു. വീണ്ടാതി കഴിക്കിച്ചായ. ഇച്ചായ, വേനലവധിക്ക് എന്താ പ്രത്യേക പരിപാടി? അവൾ ചോദിച്ചു. അത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കണം. സ്കൂള് തുറക്കുമ്പോൾ അവർക്ക് ആവശ്യമായ പുതിയ ബാഗ്, പുസ്തകങ്ങൾ, അങ്ങനെയെല്ലാം. അത് അവരുടെ പാരൻസിനും ഒരു സഹായമാവേ. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ബാഗ് കൊടുക്കാം. അപ്പോൾ അതൊരു മത്സരത്തിന് ഇടയാക്കില്ല. അല്ലെങ്കിൽ എൻ്റെ ബാഗ് നല്ലത്, നിൻ്റെ ബാഗ് നല്ലത്, അങ്ങനെയൊരു വഴക്കോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ സ്കൂളിൽ സാധാരണക്കാരുടെ മക്കളും പഠിക്കുന്നുണ്ട്, ഹൈ ക്ലാസ്സിലുള്ള ആളുകളുടെ മക്കളും പഠിക്കുന്നുണ്ട്. കുട്ടികളിൽ ഒരു വേർതിരിവില്ലാതിരിക്കാൻ ഇത് നല്ലതാണെന്ന് തോന്നി അപ്പച്ചൻ കൊണ്ടുവന്ന ഒരു പരിപാടി തന്നെയാണിത്. അത് നമ്മളിപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ബാഗുകൾക്കെല്ലാം ഓർഡർ കൊടുക്കാൻ പോവുകയാണ്, സണ്ണി പറഞ്ഞു. അത് നല്ല കാര്യമാണ് ചായ. കുട്ടികൾക്കിടയിലുള്ള ഒരു ഈഗോയൊക്കെ കൊണ്ടുവരാതിരിക്കാൻ ഇതിന് സാധിക്കും, അവൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ? ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ കളക്ട് ചെയ്യാൻ പോകുന്നതാണ് ഇന്ന് ഞങ്ങൾ. അതുപോലെ ബുക്ക്, പെൻസിൽ ബോക്സ്, വാട്ടർ ബോട്ടിൽ, പിന്നെ കുട, അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇന്ന് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എണ്ണത്തിൽ കുറവുണ്ടോ എന്നെല്ലാം നോക്കണം. കുറച്ച് കൂടുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുതിയ അഡ്മിഷനൊക്കെ വരുമ്പോൾ അവർക്കും കൊടുക്കണമല്ലോ, സണ്ണി പറഞ്ഞു. അവൻ എത്ര നന്നായിട്ടാണ് സ്കൂളിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതെന്ന് ഗൗരി നോക്കിക്കാണുകയായിരുന്നു. അതെ, എൻ്റെ ഭംഗി ആസ്വദിക്കാതെ കഴിക്കാൻ നോക്ക്, സണ്ണി പറഞ്ഞു. അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കഴിക്കാൻ പോയതും, എൻ്റെ ഭംഗി ശരിക്കും ആസ്വദിച്ചതാണല്ലോ ഇന്ന് ഒരുപാട് പ്രാവശ്യം. പ്രത്യേകിച്ച് ഇച്ചായ, ഇതെന്തൊക്കെയാ പറയുന്നേ? അവൾ വാതിക്കലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ലേ, അവൻ ചോദിച്ചു. ഇച്ചാൻ ഒന്നും പറയണ്ട, ഒന്നും മിണ്ടാതിരിക്കാവോ? ചെറിയൊരു വെപ്രാളത്തോടെ അവൾ പറഞ്ഞു. ശരി, ഇനി ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ അവൻ തന്നെ ഭക്ഷണമെടുത്ത് അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അവളുടെ നേരെ വന്ന ഭക്ഷണം കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അത് കഴിച്ചു. അതെ, അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും വേണം, അവൻ പറഞ്ഞതും അവളും അവൻ തന്നതുപോലെ തന്നെ ഭക്ഷണമെടുത്ത് അവൻ്റെ വായിലേക്കും വച്ചു കൊടുത്തു. 2 പേരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ഹാളിലേക്ക് ചെല്ലുമ്പോഴേക്കും, എന്നാൽ പിന്നെ പോയാലോ? പോകാം, ഞാനേ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരട്ടെ
എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി മുകളിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് അവൻ തിരിഞ്ഞ് ഗൗരിയൊന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവളും കൂടെ ചെന്നു. അവൾ തന്നെ അവനിടാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു. ഇച്ചായ ഇതുപോരെ? അവൾ ചോദിച്ചു. പിന്നെ ഇത് മതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം മുണ്ടും ഷർട്ടുമാണെന്ന് എൻ്റെ പെണ്ണിന് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതെടുത്ത് വെച്ചത്. നന്നായി. ഈ മുണ്ടൊക്കെ മടക്കി കുത്തി മീശയ്ക്ക് പിരിച്ച് എന്നെ കാണാൻ നല്ല സ്റ്റൈലാണെന്ന് പല പെൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞതും അവൾ അത് തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കണ്ടതും, സത്യമായിട്ടും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല പെൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു. ആയിക്കോട്ടെ, അത് സത്യമാണല്ലോ. എൻ്റെ ഇച്ചായനെ ഈ മുണ്ട് മടക്കി കുത്തി ഈ മീശ പിരിച്ചു വെച്ച് ഈ പൊന്നിൻ കുരിശുമാല ഇങ്ങനെ പകുതി പുറത്തേക്കിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് പെൺകുട്ടികൾ മാത്രമല്ല ആണുങ്ങളും എൻ്റെ ഇച്ചായനിങ്ങനെ നോക്കി നിൽക്കും. അത്രയ്ക്ക് തലയെടുപ്പാ എൻ്റെ ഇച്ചായന്. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് മീശ പിരിച്ചു വെച്ചു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ മുറുകെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. അതെയോ, ശരിക്കും ഭംഗിയാണോ? അവൻ ചോദിച്ചു. എന്നാലേ എൻ്റെ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് എൻ്റെ കൊച്ചു മതി. വേറെ ആരും എൻ്റെ ഭംഗി ആസ്വദിക്കണ്ട കേട്ടോ. അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. സണ്ണി, വേഗം വാ. ഇനിയും സമയം കഴിഞ്ഞാലേ അവിടെ സാധനങ്ങളെല്ലാം എത്തും. പിന്നെ അതിൽ കുറവുണ്ട് കൂടുതലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ കൂടെ നിന്നാലേ കാര്യങ്ങൾ ശരിയാവൂ. താഴെ നിന്നും വിളിച്ചു പറയുന്ന ജോണിനെ കേട്ടതും അവൾ വേഗം പിടഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് മാറി. ചെല്ല് ചായി, കഴിഞ്ഞില്ലേ? അവൾ ചോദിച്ചുകൊണ്ട് വേഗം ടേബിളിലിരുന്ന വാച്ചെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ വാച്ച് കെട്ടിക്കൊണ്ട് അവളെ നോക്കി. പിന്നെ അവൾ ഫോണും എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. വരുന്നോ സ്കൂളിലേക്ക്? ചുമ്മാ പോയിട്ട് വരാം. മക്കളെ നോക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ, സണ്ണി പറഞ്ഞു. വേണ്ട ചായ, സ്കൂൾ അടയ്ക്കുന്ന ദിവസം ഇതെല്ലാം കൊടുക്കില്ലേ, അന്ന് ഞാൻ വരാം, അവൾ പറഞ്ഞു. അന്നല്ലെങ്കിലും എൻ്റെ കൊച്ചു വരണം. എൻ്റെ കൊച്ചും എൻ്റെ മക്കളും എൻ്റെ അമ്മച്ചിയും എല്ലാവരും വരണം, സണ്ണി പറഞ്ഞു. അവർ രണ്ടുപേരും ഒരുമിച്ച് പടികളിറങ്ങി താഴേക്ക് വന്നു. ഈ ചെക്കൻ എന്നാ ലുക്കാണ്. എടാ, നീ എങ്ങോട്ടായി പോകുന്നത്? ഈ മുണ്ടും മടക്കി കുത്തി വരുന്ന വരവ് കണ്ടാൽ മതി. ഓ, എനിക്ക് വയ്യ. അമ്മച്ചി, എവിടെ നിന്ന് അമ്മച്ചി ഇവന് ഇത്ര ഗ്ലാമർ കിട്ടിയത്? ജോൺ ചോദിച്ചു. അവനെ അവൻ്റെ അപ്പച്ചനെ പോലെയാ, അമ്മച്ചി പറഞ്ഞു. പിന്നെ അപ്പച്ചനെ പോലെ? അപ്പച്ചന് ഇതിലും ഭംഗിയായിരുന്നു, സെബി പറഞ്ഞു. ഭംഗിയുണ്ടായിരുന്നു, എന്നാലും കുറച്ചൊക്കെ അപ്പച്ചനെ പോലെയാണ് സണ്ണി, അമ്മച്ചി പറഞ്ഞു. അയ്യടാ, കെട്ടിയോനെ പറഞ്ഞപ്പോൾ ഭാര്യയുടെ മുഖം നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് റോസ്മേരി അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു. അതങ്ങനെയാ, എല്ലാവരും നിന്നെപ്പോലെയാണെന്ന് കരുതിയോ? എന്നെ ആരെന്ത് ചെയ്താലും നിനക്ക് പ്രശ്നമില്ലല്ലോ, ജോൺ പറഞ്ഞു. അതെ, എനിക്കൊരു പ്രശ്നമില്ല മോനെ. ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടുണ്ടാവൂ കേട്ടോ. എന്നെ എൻ്റെ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തുന്ന അറിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? സഹിക്കാൻ പറ്റാതെ ഞാൻ ഇറങ്ങി വന്നിട്ടും നിങ്ങൾക്ക് ഒരു ഭാവവ്യത്യാസമില്ല. എന്നാ എന്നെ വിശ്വസിച്ച് വന്നതല്ലേ, ഇനി അവളെ കഷ്ടപ്പെടുത്താൻ പറ്റുമോ? പാവല്ലേ എന്ന് വെച്ച് എന്നെ ഒന്ന് കൊണ്ടുപോയി മിന്നു കെട്ടിക്കൂടെ? എവിടെ? അതിനും സണ്ണിച്ചായന് വേണം. സണ്ണിച്ചായൻ്റെ ബലത്തിലല്ലേ മനുഷ്യ നിങ്ങൾ കിടന്ന് കളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് റോസ്മേരി ജോണിൻ്റെ അടുത്തേക്ക് നടക്കാൻ പോയതും, ദേ എൻ്റെ കൊച്ചു നിൻ്റെ കയ്യിലിരിക്കുന്നു, ഇങ്ങോട്ട് മാറിയേ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അവരുടെ ഇടയിൽ കയറി നിന്നു. നീ പുറത്തേക്ക് പോ. രാവിലെ തന്നെ മനുഷ്യൻ്റെ നല്ല മൂഡ് കളയാനായിട്ട് വന്നേക്കാം രണ്ടെണ്ണം കൂടി. ഈ വിറ്റങ്ങൾ എങ്ങനെയാ അമ്മച്ചി കെട്ടിച്ചു വിടുന്നത്? സണ്ണി ചോദിച്ചു. അത് കുഴപ്പമില്ലടാ മോനെ, നീ കെട്ടിയില്ലേ, അപ്പോൾ പിന്നെ ഇവർക്കും കെട്ടാം. പിന്നെ എൻ്റെ ഗൗരിമോളെ പോലെയല്ല റോസ്മേരി, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പൂച്ചയായേ പറ്റൂ. ഇവിടെ ഇവള് പൂച്ചയാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് മോനെ ജോണേ, നീയൊന്ന് പതുങ്ങിയിരിക്കുന്നതാ നല്ലത്, അമ്മച്ചി പറഞ്ഞു. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും, ജോൺ പറഞ്ഞു. അതാ പറഞ്ഞത്, നിങ്ങളിപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയാൽ മതി. നിങ്ങളിപ്പോഴും പൂച്ചയാ, റോസ്മേരി പറഞ്ഞു. ഇവളെ ഇന്ന് ഞാൻ
എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരാൻ പോയ ജോണിനെ സെബി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ കൊച്ചേ, നിനക്കെങ്കിലും ഒന്നും മിണ്ടാതിരിക്കാൻ പാടില്ലേ? അവളുടെ അടുത്ത് നിന്നുകൊണ്ട് ത്രേസി ചേട്ടത്തി ചോദിച്ചു. ചുമ്മാ ഒരു രസമല്ലേ ചേട്ടത്തി എന്ന് പറഞ്ഞ് അവൾ ചേട്ടത്തിയുടെ തടിയിൽ പിടിച്ചു. എൻ്റെ കൊച്ചിനിങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടത്തി മോളെ വാങ്ങി. സണ്ണി വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടതും ഗൗരിയും പുറത്തേക്ക് ചെന്നു. അവൻ വണ്ടിയെടുത്ത് പോകുന്നത് വരെ അവൾ നോക്കി നിന്നു. അതിപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായതുകൊണ്ട് തന്നെ സണ്ണിയും സൈഡ് മിററിൽ കൂടി അത് നോക്കിക്കാണും. ഗേറ്റ് മറിയുന്നത് വരെ അവളെ അവൻ നോക്കും. അവൻ പോയതിന് ശേഷമാണ് ഗൗരി അകത്തേക്ക് കയറി വരാറ്. പിന്നീട് അമ്മച്ചിയും റോസ്മേരിയും അന്നക്കുട്ടിയും ചേട്ടത്തിയും കൂടി തൃശ്ശൂർക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തുടങ്ങി. അവിടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും ഇട്ടു. എൻ്റെ അമ്മച്ചി തേങ്ങയെല്ലാം അവിടെ കിട്ടും, എന്നാലും വലിയ വിലയായിരിക്കില്ലേ? ഇവിടെ ആകുമ്പോൾ നമുക്ക് പൊതിച്ചു കൊണ്ടുപോകാമല്ലോ. എന്തായാലും നമ്മളെല്ലാവരും കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ കുര്യച്ചൻ ചേട്ടൻ എടുക്കുന്ന വണ്ടിയിൽ സാധനങ്ങൾ കയറ്റാം, അതാ നല്ലത്, അമ്മച്ചി പറഞ്ഞു. എന്നാൽ പിന്നെ പറമ്പിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തോ. അല്ല, പോയിട്ട് വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആര് നോക്കും? അത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ വന്ന് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി പറഞ്ഞു. അതെന്തായാലും നന്നായി. എന്തായാലും ഈ ഒരു 2 മാസക്കാലം അടിച്ച് പൊളിക്കണം. തൃശ്ശൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒത്തിരി പള്ളികളും അമ്പലങ്ങളും എല്ലാം ഉണ്ട്. തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലമല്ലേ, അവിടേക്കൊന്ന് പോകണം, റോസ്മേരി പറഞ്ഞു. അതിനു മുമ്പ് നിന്റെ പപ്പ വന്ന് നിന്നെ പൊക്കാതെ നോക്കിക്കോട്ടോ, അങ്ങോട്ട് കയറി വന്ന് സാന്ദ്ര പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് എന്താണെന്നോ, നിന്റെ പപ്പയും നിന്റെ ആങ്ങളെയും എന്നെ വന്ന് കണ്ടിരുന്നു. എന്നെ കുറേ ഭീഷണിപ്പെടുത്തി. നിന്നോട് മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, നിങ്ങൾ പറഞ്ഞ അനുസരിക്കാത്തവള് ഞാൻ പറഞ്ഞ അനുസരിക്കുമെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ടെന്ത് പറയാൻ, ഇതുപോലൊരു മോളില്ലാന്നും നിനക്കിനി ആ വീട്ടിൽ നിന്ന് 10 പൈസ തരില്ല എന്നൊക്കെ പറഞ്ഞു. ആഹാ, അങ്ങനെ പറഞ്ഞങ്ങനെ ശരിയാവും. ഞാൻ കോടതി പോവും, എനിക്ക് മേടിക്കാനുള്ളതെല്ലാം ഞാൻ മേടിച്ചെടുക്കും. അങ്ങോട്ട് ചെന്നാൽ മതി. അല്ല, നീ സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒന്നും എടുത്തില്ലായിരുന്നോ? സാന്ദ്ര ചോദിച്ചു. അങ്ങനെ എടുക്കാതിരിക്കാനേ ഞാൻ നീയല്ല, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നീ എന്തും പറഞ്ഞ കേസിന് പോകാൻ പോകുന്നത്? അതോ, ഞാൻ സ്വർണം മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ കുറച്ച് കാശും, ബാക്കിയെല്ലാം അവിടെ തന്നെയില്ലേ? വലിയ കാര്യം പറയുന്നത് പോലെ റോസ്മേരി പറയുന്നത് കേട്ടതും, അല്ല, നീ എത്ര പവൻ എടുത്തു വീട്ടിൽ നിന്നും? ഓ, അത് ഒരുപാടൊന്നുമില്ലടാ, ഒരു 40, 50, 60 പവൻ അത്രയുള്ളൂ. എൻ്റെ തമ്പുരാനി, 60 പവൻ സ്വർണ്ണം നീ എടുത്തോ? ഇത്രയും ആ വീട്ടിലുണ്ടായിരുന്നോ? പിന്നെ ഉണ്ടായിരുന്നു, ഇത് എൻ്റെ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വല്യമ്മച്ചിയും വല്യപ്പച്ചനും പിന്നെ ഏട്ടായിമാരെല്ലാം വാങ്ങിത്തന്നത് ഇങ്ങനെ കൂട്ടിവെച്ചതാ. ഞാനൊന്നും അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കില്ലായിരുന്നു, എല്ലാം എൻ്റെ അലമാരിയിൽ വെക്കുമായിരുന്നു. ഇടയ്ക്കിടെ മാറിയിടാനാന്ന് പറയുന്നത്, പക്ഷേ അതൊന്നല്ല. ഞാൻ ആ പോയ കോന്തനെ കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴേ ഞാൻ സേവ് ചെയ്ത് തുടങ്ങിയതാ, റോസ്മേരി പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അന്നക്കുട്ടിയും ത്രേസി ചേട്ടത്തിയും അമ്മച്ചിയും ഗൗരിയുമെല്ലാം കണ്ണുമിഴിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നീ ക്യാഷായിട്ട് എത്ര എടുത്തു? അത് എൻ്റെ ബാങ്കിലുണ്ടായിരുന്ന പാസ്ബുക്കും എൻ്റെ ചെക്കെല്ലാം എടുത്തു. അതിലൊരു 3-4 ലക്ഷം രൂപയുണ്ടാവും. പിന്നെ മണിയായിട്ട് ഒരു 2 ലക്ഷത്തോളം എടുത്തു. എൻ്റെ പൊന്നു മോളെ, ഇനി നീ അവകാശം പറഞ്ഞ് ചെല്ലല്ലേ, അവർ തിരിച്ചിതെല്ലാം വാങ്ങിക്കും നിൻ്റെ അടുത്ത് നിന്ന്, സാന്ദ്ര പറഞ്ഞു. പിന്നെ അതെങ്ങനെ മേടിക്കുന്നത്? നീ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടെന്ന് പറഞ്ഞ് അവർ കേസ് കൊടുക്കും, നോക്കിക്കോ. നീ ആ വീടിൻ്റെ ആധാരം എടുത്തിട്ടുണ്ടോ? സാന്ദ്ര ചോദിച്ചു. ഇല്ല, അത് പപ്പയുടെ കയ്യിലായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ഭാഗ്യം, സാന്ദ്ര പറഞ്ഞു. അപ്പോൾ എന്തായാലും ജോണിന് സ്ത്രീധനം കിട്ടിയിട്ടുണ്ട്. ഇനിയൊന്നും വേണ്ട, ഇനി നമുക്ക് ആർഭാടമായിട്ട് തന്നെ ഇവരുടെ കെട്ട് പള്ളിയിൽ വെച്ച് നടത്താം, അല്ലേ റോസിക്കുട്ടി? അല്ല പിന്നെ, ഇവളെന്തായാലും ഇവളുടെ മമ്മിയുടെ മോള് തന്നെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്, അമ്മച്ചി പറഞ്ഞു. അതെന്താ അങ്ങനെയൊരു ടോക്ക്? എനിക്കിട്ട് താങ്ങിയതാണല്ലോ അമ്മച്ചി, റോസ്മേരി അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, ഞാൻ സത്യം പറഞ്ഞതാ. നിന്റെ അമ്മച്ചിയും നിന്റെ അപ്പച്ചനും പ്രണയിക്കുന്ന കാലത്ത് ഇതുപോലെ വീട്ടിൽ നിന്നുള്ളത് എടുത്തുകൊണ്ട് വന്നതാ. സത്യത്തിൽ നിന്റെ അപ്പച്ചൻ ഈ പടുത്തുയർത്തിയതെല്ലാം
നിന്റെ അമ്മച്ചിയുടെ ആ സ്ത്രീധനത്തിൽ നിന്ന് തന്നെയാണ്. അതായിരുന്നു മൂലധനം. അതിൽ നിന്ന് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്ന സാമ്രാജ്യം മുഴുവനും, അമ്മച്ചി പറഞ്ഞു. അതെയോ? എന്നാ പിന്നെ ജോണിച്ചായനോട് പറയണം, ഇതെല്ലാം കൊടുത്ത് നമുക്കൊരു ബിസിനസ് തുടങ്ങാമെന്ന്. എങ്ങാനും പച്ച പിടിച്ചാലോ? റോസ്മേരി പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, അവന് നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു വീടുമുണ്ട്. നീയായിട്ട് അവനെ ബിസിനസ്സിലേക്ക് ഇറക്കി കുത്തുവാളെടുക്കാൻ നിൽക്കണ്ട, അന്നക്കുട്ടി പറഞ്ഞു. പിന്നെയും അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു. ഉച്ചയായപ്പോഴേക്കും ഗൗരി സണ്ണിയെ വിളിച്ചു. ഇച്ചായ, ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല കൊച്ചേ, ഇവിടെ നല്ല തിരക്കാണ്, ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചോളാം. എൻ്റെ ഗൗരി കൊച്ചു കഴിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല, ഇച്ചായൻ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കണ്ട, ഞാനങ്ങോട്ട് കൊണ്ടുവരാം, അവൾ പറഞ്ഞു. കൊണ്ടുവരുമോ? കൊണ്ടുവരാം. എന്നാൽ കൊണ്ടുവരുമ്പോൾ 3-4 പേർക്കുള്ളതുണ്ടാകോ? അവൻ ചോദിച്ചു. ഉണ്ടാകും, അമ്മച്ചി പറഞ്ഞിരുന്നു എല്ലാവർക്കും കൊണ്ടുപോകാമെന്ന്. ആണോ? എന്നാൽ പിന്നെ കൊണ്ടുവര്, എൻ്റെ കൊച്ചിനെ കാണുകയും ചെയ്യാമല്ലോ എനിക്ക്, അവൻ പറഞ്ഞു. അതിന് ഇവിടുന്ന് പോയിട്ട് അധികം സമയമായില്ലല്ലോ. ആണോ? പക്ഷേ എനിക്ക് ഒരുപാട് സമയമായ പോലെ തോന്നുന്നു. എന്നാൽ എൻ്റെ കൊച്ച് വേഗം ഇച്ചാനുള്ള ഭക്ഷണമായിട്ട് വാട്ടോ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ഫോൺ കട്ട് ചെയ്തു. അമ്മച്ചിയോട് സണ്ണിക്കും കൂട്ടർക്കുള്ള ഭക്ഷണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൾ തന്നെ കിച്ചണിൽ ചെന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങി. അമ്മച്ചിയുടെ കയ്യിൽ മക്കളെ 2 പേരെയും കൊടുത്തുകൊണ്ട് ഗൗരിയും ത്രേസിയും അന്നക്കുട്ടിയും കൂടിയാണ് എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തത്. ഭക്ഷണം എടുത്തു കഴിഞ്ഞതും അവൾ വേഗം തന്നെ ഡ്രസ്സ് മാറാനായി പോയി. ഗൗരിയും റോസ്മേരിയും സാന്ദ്രയും കൂടിയാണ് ഭക്ഷണവുമായി സ്കൂളിലേക്ക് പോയത്. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഒരുപാട് പരാതി ഉണ്ടായിരുന്നു ഈ സ്റ്റോറി ലേറ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വയ്യാതെ 1 മാസത്തോളമായി ഞാൻ ഹോസ്പിറ്റലായിരുന്നു. സർജറിയൊക്കെ കഴിഞ്ഞു, അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പഴയതിൽ നിന്നും ശരിക്കും മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ മാറ്റത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ പോന്നട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.